കാർഗിൽ വിജയ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ 540 മേൽ പട്ടാളക്കാർ കൊല ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ അവർ പാകിസ്ഥാൻ്റെ ക്രൂരന്മാരായ തീവ്രവാദികൾ മുഖാന്തരം കൊല ചെയ്യപ്പെട്ടിട്ടുള്ള, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത് വീരചരമമടഞ്ഞ നേടിയെടുത്ത ഒരു വിജയത്തിൻ്റെ ദിവസം. അതായത് ഒരു യുദ്ധത്തിൽ കൊല ചെയ്യപ്പെടുന്ന അവസ്ഥ എന്ന് പറയുന്നത്, നമ്മുടെ ഒരു രാജ്യത്ത് ഒരു പട്ടാളക്കാർ ആ രാജ്യത്തിന് വേണ്ടി മരണപ്പെടുമ്പോൾ അവർ വീരചരമം പ്രാപിച്ചു എന്നാണ് പറയുക. അപ്പോൾ ആ പറയുന്ന വീരചരമം പ്രാപിക്കുക എന്ന് പറയുന്ന അവസ്ഥയിൽ അവർക്ക് ഏൽക്കേണ്ടി വന്ന ക്രൂരത എത്രത്തോളമായിരുന്നു എന്ന് നമ്മളെല്ലാവരും ഓർക്കണം. അപ്പോൾ ഒന്നുകൂടി ഓർക്കണം, അന്ന് ആരായിരുന്നു ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത് എന്ന്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മുജാഹിദിനുകൾ എന്ന പറഞ്ഞ പേരിൽ ഭാരതത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ തല എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കാശ്മീരിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് നുഴഞ്ഞു കയറി വന്ന ഇസ്ലാമിക ഭീകരവാദ ശക്തികളും ഒപ്പം അവർക്ക് എല്ലാ പിന്തുണയും കൊടുത്ത് പാകിസ്ഥാൻ്റെ സ്വന്തം ആയുധങ്ങളും കൊടുത്തുകൊണ്ട് കയറ്റി വിട്ടിട്ടുള്ള പ്രധാനിയായിരുന്നു ഈ പറയുന്ന പർവേസ് മുഷറഫ് എന്ന് പറയുന്ന കഴിഞ്ഞ വർഷം ചത്ത് തൊലഞ്ഞുപോയ അവരുടെ മുൻ സൈനിക മേധാവിയും അവരുടെ രാഷ്ട്രത്തിൻ്റെ തലവനുമൊക്കെയായിരുന്ന ഒരുത്തൻ. ഈ കക്ഷി ആണ് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ഇന്ന് ജീവത്യാഗം ചെയ്യേണ്ടി വന്ന ഇത്രയും പേരുടെയും മരണത്തിന് ഉത്തരവാദി, പ്രധാനി. ആ പർവേസ് മുഷറഫിനെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടന, അറിയപ്പെടുന്ന തീവ്രവാദ സംഘടനകളായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടോ അല്ലെങ്കിൽ അവരുടേതായ പിടിയാളികളായി പ്രവർത്തിക്കുന്ന കക്ഷികളോ ആദരിച്ചതായോ അല്ല അവരുടെ ഏതെങ്കിലും പേജുകളിലോ മറ്റോ അവരെ പറ്റി നന്മ പറയുന്നതായോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ അതിലും വലിയൊരു തീവ്രവാദികൾ ഈ രാജ്യത്തുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി സംഘടനയായ CITUവിൽ രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ അഫിലിയേഷനുള്ള ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന സംഘടനയുടെ ഒരു ബാങ്കിൻ്റെ യൂണിയൻ്റെ പരിപാടി ആലപ്പുഴയിൽ നാളെയോ മറ്റോ ആരംഭിക്കാൻ പോകുന്നുണ്ട്. സംസ്ഥാന സമ്മേളനമോ മറ്റോ ആണ്. ഈ പരിപാടിയുടെ ഒരു സുവനിയർ ഇവരിറക്കുകയുണ്ടായി. ആ സുവനിയറിനകത്ത് വളരെ വ്യക്തമായി മൺമറഞ്ഞു പോയ ആളുകളെ ആദരിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ആദരാഞ്ജലി കൊടുക്കുന്ന ലിസ്റ്റിനകത്ത് രാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികളായിട്ടുള്ള അനേകം ആളുകളുണ്ട്, അവരുടെയൊക്കെ പേരുണ്ട് അതിനകത്തിൽ. അതിനോടൊപ്പം തന്നെ ഇവർ ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് കൊടുത്തിരിക്കുന്ന ഒരു പേർ ഈ പറയുന്ന പർവേസ് മുഷറഫിൻ്റെ പേരാണ്. അതും നിങ്ങളെല്ലാവരും ആലോചിക്കണം. കാർഗിലിൽ നമ്മൾ നേടിയ വിജയത്തിന് ഇന്ന് 25 വർഷം പൂർത്തിയാവുകയാണ്. ആ ദിവസം തന്നെ ഇത് പുറത്തു വന്നിട്ടുള്ളതാണ്. ഇവരെത്രത്തോളം ദേശവിരുദ്ധരാണ് എന്ന് ആലോചിക്കുക. എന്നും കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് ആപത്ത് തന്നെയാണ്. പണ്ട് ആളുകൾ പറയുമായിരുന്നു, ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്ന സമയത്ത് ചൈനയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത, ഇന്ത്യയുടെ രഹസ്യങ്ങൾ അവർക്ക് ചോർത്തി കൊടുക്കാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന്. യാഥാർത്ഥ്യമാണ്. അതേപോലെ വിവിധ സമയങ്ങളിൽ രാഷ്ട്രത്തിന് ഒരു സന്നിഗ്ധ ഘട്ടം നേരിടേണ്ടി വന്നിട്ടുള്ള സമയങ്ങളിലെല്ലാം തന്നെ ഈ രാഷ്ട്രത്തിന് വിരുദ്ധമായ രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ എന്നും മുൻപന്തിയിലുണ്ടായിരുന്നവരിവിടായിരുന്നു. ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടും അതേപോലെയുള്ള സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ, അതിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി തെരുവിലിറങ്ങിയപ്പോൾ എല്ലാ തരത്തിലും അതിനിടയിൽ പോയി രാജ്യവിരുദ്ധത കുത്തിത്തിരികി നാശകോശം ഉണ്ടാക്കി വെച്ചിട്ട് എസ്കേപ്പ് ആയ കൂട്ടത്തിൽ 1-ാം നമ്പർ ഇവന്മാരായിരുന്നു. ഇവിടെ നാട്ടിലെല്ലാം മൈക്ക് വെച്ച് കെട്ടി പ്രസംഗം നടത്തി ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ തന്ത്രങ്ങളും മെനയാൻ ഒന്നാമത് നിൽക്കുന്നവർ ഇതേ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ രാഷ്ട്രത്തിൻ്റെ നിയമസംഹിതയ്ക്കെതിരെ സായുധ വിപ്ലവം നടത്തിക്കൊണ്ട് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ സ്ഥലങ്ങളിൽ സായുധ പരിശീലനം നടത്തി രാഷ്ട്രത്തിൻ്റെ വിരുദ്ധമായി, ഭരണഘടനയ്ക്ക് വിരുദ്ധമായി സമരം നടത്തുന്നവർ ഇതേ ആശയത്തിലുള്ളവരാണ്.
മാവോയിസ്റ്റുകൾ എന്ന് അവരെ മറ്റൊരു പേരിൽ വിളിപ്പേരിലുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി കമ്മ്യൂണിസമാണ് അവരുടെയും കയ്യിൽ. അവരും ഇതേ ചെങ്കൊടിയും ഇതേ അരിവാളും ചുറ്റിയും ഒക്കെ തന്നെയാണ് അവരുടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ അപകടകാരികളായവർ വേറെ ഇല്ല, ഈ ഭൂമിയിലില്ല. അവരെവിടൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ ആ അധികാരത്തിൽ വന്നിട്ടുള്ള ഇടങ്ങളിലെല്ലാം രക്തരൂക്ഷിതമായ നാശങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവർ ഒരിക്കലും ജനാധിപത്യത്തെ അംഗീകരിക്കുന്നവരല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ എന്നൊക്കെ എവിടൊക്കെ അധികാരത്തിരുന്നുണ്ടോ അവിടെല്ലാം അതിക്രൂരമായ കൊലപാതകങ്ങളും കൂട്ടക്കുരുതികളും നടത്തിയിട്ടുള്ളവരാണ്. ഇപ്പം ഏറ്റവും ലാസ്റ്റില് അവർ അധികാരത്തിൽ നിന്നും നാട്ടുകാർ ചവിട്ടി പുറത്താക്കിയ ബംഗാളിലും ത്രിപുരയിലുമൊക്കെ ഇവർ നടത്തിയ നിഷ്ഠൂരമായ കൊലപാതകങ്ങളുടെ കണക്ക് നമ്മൾ നോക്കിയാൽ വലിയ അധിനിവേശ ശക്തികൾ പോലും കൊന്നു തള്ളിയതിൻ്റെ എത്രയോ വലിയ ലിസ്റ്റ്. ആളുകളെ തല്ലിക്കൊന്നിട്ട് പാതി ചത്ത ആൾക്കാരെ ഉപ്പിട്ട് കുഴിച്ചു മൂടിയ ചരിത്രം വരെ ഉണ്ട്. ഇവർ സന്ദേശകാലിയിൽ ഈയിടയ്ക്ക് നടന്ന കലാപം നടത്തിയിരുന്നല്ലോ. ഇസ്ലാമിക ഭീകരവാദ സംഘടനകളോടൊപ്പം ചേർന്നുകൊണ്ട് അവിടെ നടത്തിയ അക്രമത്തിലെല്ലാം ആ നാട്ടിലെ ഈ ടീമുകളുണ്ടായിരുന്നു. ഈ ബംഗ്ലാദേശിൽ നിന്ന് അധിനിവേശം നടത്താൻ വേണ്ടിയിട്ട് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത് ഇത്രയും ആളുകളെ ഭാരതത്തിന്റെ ഉള്ളിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നത് ബംഗാൾ മുൻ ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു. അന്ന് അവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇവർക്കെതിരെ വോട്ട് ചെയ്യുന്ന അറിയാവുന്ന ആൾക്കാരുടെ ഗ്രാമങ്ങളെ ആയുധങ്ങളുമായി വളഞ്ഞ് തടസ്സപ്പെടുത്തിയതിനു ശേഷം ഇവർ അവിടെ ഇവർക്ക് വോട്ട് ചെയ്യാൻ വ്യാജ ID കാർഡും മറ്റും ഉണ്ടാക്കിയെടുത്ത് ബൂത്ത് പിടിച്ചെടുത്ത് ഇത് സീൽ ചെയ്ത് കുത്തിയിടുന്നത്. അതിനാണ് ഇവന്മാർ ഈ പറയുന്നത് വോട്ടിംഗ് മെഷീൻ വേണ്ട, മറ്റേ സാധനം മതിയെന്ന്. കാരണം ബൂത്ത് പിടിച്ചെടുക്കുക, കുത്തിയിടുക, ഇതാണല്ലോ പരിപാടി. മറ്റൊരാളാകുമ്പോൾ അത്രയും പെട്ടെന്ന് നടക്കത്തില്ല. അപ്പം ആ പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആയിരുന്നു അവർ അധികാരം നിലനിർത്തുക. അപ്പം എല്ലാ തരത്തിലും നമ്മുടെ രാഷ്ട്രത്തിന്റെ എല്ലാ നിയമവ്യവസ്ഥയ്ക്കും വിരുദ്ധമായി നിൽക്കുന്ന ഒരു സംവിധാനമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഇത്രയും ലോകത്തിലെ നശിച്ച സിദ്ധാന്തം അവരുടെ സംഘടനയുടെ ആൾക്കാരാണ് ആലപ്പുഴയിൽ നാളെ നടക്കാൻ പോകുന്ന ഈ പറയുന്ന ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൊഴിലാളി രജിസ്ട്രേഷൻ ചെയ്തിട്ട് എംപ്ലോയീസിന്റെ അസോസിയേഷൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷനിലാണ്. ഈ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നാളെ ആലപ്പുഴയിലെങ്ങാണ്ട് നടക്കാൻ പോകുന്ന പരിപാടിക്കകത്ത് രാജ്യത്ത് മൺമറഞ്ഞു പോയിട്ടുള്ള ആൾക്കാരെയും ലോകത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളെയും ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ രാഷ്ട്രത്തെ അനേകം വരുന്ന സൈനികരുടെ മരണത്തിന് ഉത്തരവാദിയായ, തീവ്രവാദിയായ, ജനാധിപത്യ വിരുദ്ധനായ, സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രത്തിന്റെ ഭരണം പിടിച്ചു മേടിച്ച കൊടും തീവ്രവാദിയായ പർവേസ് മുഷറഫിനെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ഓരോ വ്യക്തികളും നിങ്ങളുടെ നാട്ടിലുള്ള കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കണം, നിങ്ങളുടെയൊക്കെ അച്ഛന്മാർ ഈ രാജ്യത്താണോ അതോ പാകിസ്ഥാനിലാണോ എന്ന്. കാരണം ആ അവസ്ഥയിലാണ് അവരുടെ ഇന്നത്തെ പോക്ക്. ഏത് തീവ്രവാദിക്കും ഒത്താശയും ഊടുവെപ്പും ചെയ്തു കൊടുത്ത് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത സ്വന്തം രാജ്യത്തിന്റെ കടക്കൽ അള്ളുവെക്കുന്ന ഇവന്മാരാണ് മറ്റവന്മാരെക്കാട്ടിലും ഈ ഇസ്ലാമിക ഭീകരവാദ സംഘടനകളെക്കാട്ടിലും വലിയ തീവ്രവാദികളെന്ന് ഓരോ ആളുകളും തിരിച്ചറിയണം. ഇത് തിരിച്ചറിവ് നേടിയ രണ്ട് ജനതയാണ് ബംഗാളിലും ത്രിപുരയിലുമുള്ളവർ. ഈ രണ്ട് സ്ഥലങ്ങളിലും ഈ നശൂലങ്ങളെ അവർ കലക്കിയെടുത്ത് പുറത്തു കളഞ്ഞു. പേരിന് പോലും അവിടെ എങ്ങുമില്ല. ഇന്ന് അവസാനത്തെ കമ്മ്യൂണിസം നിലനിൽക്കുന്ന സ്ഥലം ഇവിടെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ DMKയുടെ തോളിലേറിയും കോൺഗ്രസ് പാർട്ടി അവരുടെ നിലനിൽക്കുന്ന സീറ്റിനെ വിട്ടുകൊടുത്ത് രാജസ്ഥാനിലും ഉൾപ്പെടെ 2 സീറ്റ് നേടിയതിന്റെ ബലത്തിൽ മാത്രമാണ് ഈ തുരുമ്പിച്ചരിവാളും ഈ തൊലിഞ്ഞ ചുറ്റികയും കൊണ്ടൊക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ അതും കൂടി അവിടെ അവർ സഹായിച്ചില്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തോടു കൂടി ഇവിടെ ദേശീയ പാർട്ടി എന്നുള്ള പദവി പോലും പോയേമായിരുന്നു. അപ്പം ആ പറയുന്ന സംഘടനയിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടന എന്ന് ഇവർ പറയുന്ന ആ ബാങ്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബാങ്കിലെ ഭൂരിപക്ഷം തൊഴിലാളികൾ ഉൾപ്പെടുന്ന ആ സംഘടനയുടെ ഒരു പരിപാടിക്കകത്ത് ഈ പേരെങ്ങനെ കടന്നു വന്നു? അതോ നിങ്ങൾ ആ സംഘടനയുടെ ആൾക്കാർ അറിയാതെ വന്നതാണോ? അറിയാതെ വരില്ല, പ്രൂഫ് വായിച്ച് നോക്കാതെ പ്രിന്റ് ചെയ്യില്ലല്ലോ. അപ്പോൾ പിന്നെ മനഃപൂർവ്വം വന്നത് തന്നെയാണ്. ആ മനഃപൂർവ്വം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സംഘടന പാകിസ്ഥാനിൽ രജിസ്ട്രേഷനുള്ള സംഘടനയാണോ? അല്ലല്ലോ. നിങ്ങൾ എന്ത് അർത്ഥത്തിലാണ് നിങ്ങൾ ഈ ബാങ്കിൽ നിങ്ങളിത് അപ്പോൾ ബാങ്കിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ ടൈപ്പ് ചിന്താഗതി ഉള്ളവർ എണ്ണത്തിലുണ്ട്.
അപ്പോൾ അവർ ഈ ബാങ്കിൽ നിന്നും ഈ പിന്നെ ബാങ്കിലെ ജീവനക്കാരായിരിക്കുന്നവർ വൈദേശിക രാജ്യത്തിൽ നിന്ന് നമ്മുടെ ശത്രു രാജ്യത്തെ ഒരു കൊടും ശത്രുവായിട്ടുള്ള വ്യക്തി, ഒരു തീവ്രവാദിയായ വ്യക്തിക്ക് ഇതിനകത്ത് ആദരവ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പറയുന്ന സംവിധാനത്തിനകത്ത് ആര് കടന്നു വന്നിട്ടുണ്ട്? ഈ പറയുന്ന ഭീകരവാദികളായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ സംഘടനയിലുണ്ടോ? നിങ്ങളുടെ സംഘടന ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇതിനെപ്പറ്റി വിശദീകരിക്കണം. ഇതിനകത്തിൽ ഈ ടൈപ്പ് പേര് കൊടുക്കാനും ഈ പറയുന്ന പരിപാടി പ്ലാൻ ചെയ്യാനുള്ള ആൾക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന സൈനികരോട് മാപ്പ് പറയണം. ഇത് ഈ പിന്നെ സർക്കാർ വകുപ്പുകൾ ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം. ഇങ്ങനെ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവരുടെ പൂർണ്ണ വിശ്വാസത്തിലാണ് ഇത് ചെയ്തതെങ്കിൽ ഈ നാട്ടിലെ സമൂഹം ഈ പറയുന്ന രാഷ്ട്രത്തിന് വിരുദ്ധമായ നമ്മുടെ സൈനികരെ അപമാനിച്ച, നമ്മുടെ സൈനികരുടെ ജീവത്യാഗത്തിൻ്റെ അതിനെ അവഹേളിച്ച, നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ വന്ന ഒരു ഭീകരനെ സപ്പോർട്ട് ചെയ്ത ഈ ആളുകളെ പുറങ്കാലിനടിച്ച് പുറത്താക്കണം. അവരെ നമ്മൾ ബഹിഷ്കരിക്കണം. അവർ ഒരു കാരണവശാലും അവരെ നമ്മളുടെ ഒരു കാര്യത്തിനും ഒരു സാഹചര്യം കല്യാണത്തിന് പോലും വിളിക്കരുത് വീട്ടിലെ. ഈ ടൈപ്പ് ആൾക്കാർ ആ സിദ്ധാന്തത്തിനെ ഫോളോ ചെയ്ത് വരുന്നവരെ നമ്മുടെ ഒന്നും വീടുകളിലൊന്നും ഒരു ചടങ്ങിന് പോലും വിളിക്കാത്ത രീതിയിൽ ബഹിഷ്കരിച്ച് കളയണം. കാരണം നമ്മുടെ സ്വന്തം രാജ്യത്തിന് വിരുദ്ധമായ രീതിയിൽ നിൽക്കുന്നവർ ഈ ഭൂമിക്ക് തന്നെ ഭാരമായതുകൊണ്ട് അവന്മാരെ നമ്മൾ മനുഷ്യനടത്തിൽ പോലും പെടുത്താൻ പാടില്ല. ഉത്തരവാദിത്തപ്പെട്ടവർ ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. തൽക്കാലം വിടവാങ്ങുന്നു. ശുഭദിനം.